മാഡം സാറുണ്ടോ? സാറൊക്കെ പോയി. അല്ല, ഇവിടെ 3 മണി മുതൽ 4 മണി വരെ സന്ദർശകരെ കാണാം എന്ന് പറഞ്ഞ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ആണോ? എവിടെയാ എഴുതി വെച്ചിരിക്കണേ? ഞാൻ അതുവരെ കണ്ടിട്ടില്ലല്ലോ. അതവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ പോയി നോക്കിയാലും കാണാം. ഇപ്പൊ സാറിനെ കണ്ടിട്ട് എന്താ ആവശ്യം? അല്ലെ, ഞാൻ കെട്ടിന്റെ കാര്യം ഒന്ന് പറയാൻ വേണ്ടിട്ടാണ്. ആള് നിസ്സാരക്കാരനൊന്നും അല്ല കേട്ടോ. കെട്ടിന്റെ കാര്യം പറയാൻ വന്നതാന്ന്. ആരുടെ? 1-ാം കെട്ടോ 2-ാം കെട്ടോ? 2-ാം കെട്ട് തന്നെ. ഒന്ന് കെട്ടിട്ട് തന്നെ ഞാൻ പറഞ്ഞ പാടെ എനിക്കറിയുള്ളൂ. ഈ 2 ഭാര്യമാരും വീട്ടിലുണ്ടോ? നിങ്ങൾ എന്ത് കെട്ടിന്റെ കാര്യമാണ് പറഞ്ഞത്? ഞാൻ കരിങ്കല്ല് കെട്ടിന്റെ കാര്യമാണ് പറഞ്ഞത്. ഞാൻ വീടിന്റെ അവിടെ ആ കരിങ്കല്ല് വെച്ച് കെട്ടിയിട്ടുള്ള ഇടിഞ്ഞു പൊളിഞ്ഞ് താഴ്ത്തിക്ക് വീണ്. അപ്പൊ വീട്ടിലെ മതിൽ പണി ചെയ്യുമ്പോ നല്ല വല്ല ആൾക്കാരെയും കൊണ്ട് ചെയ്യിക്കണ്ടേ? എന്റെ കുടുംബത്ത് ഞാൻ കെട്ടിയ കല്ലിന്റെ കെട്ടല്ല പറഞ്ഞത്. ആ റോഡിന്റെ അരികിൽ കെട്ടിയിട്ടില്ലേ, അത് മരാമത്ത് വകുപ്പല്ലേ അത് ചെയ്യേണ്ടത്. അവരത് കെട്ടിയിട്ട് അതൊക്കെ കൂടി കെട്ടി മറിഞ്ഞ് വീണ് എന്റെ മുറ്റത്താ കിടക്കണം. മനുഷ്യന്മാർക്ക് അങ്ങോട്ട് കൂടെ നടക്കൊന്നും വേണ്ട. അത് എത്ര ദിവസം വെച്ചിട്ടാ കാത്ത് നിൽക്കുക. ശരി. ഇപ്പൊ എവിടെ സ്ഥലം? എവിടെയാണ് സ്ഥലം? റോഡിന്റെ അരികില്. അതല്ല, നിങ്ങളുടെ വീട് ഇരിക്കുന്ന സ്ഥലം ഏതാണ്? എന്റെ വീടാ? വീട് മറ്റേ കടമന്ത്ര പാലല്ലേ, ആ പാലത്തിന്റെ താഴ്ഭാഗത്തുള്ളത്. സൈഡ് കെട്ടിന്റെ താഴത്തുള്ള താഴത്തുള്ളത്. ആ സൈഡ് കെട്ടിയതാണ് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണേക്കണത് ഇപ്പൊ. ഇതൊന്നും ഇപ്പൊ ഇവിടെ അല്ല പറയേണ്ടത്. ആ സാറിന്റെ അടുത്ത് പോയി പറഞ്ഞാൽ മതി. എന്നെ ഞാനും പറഞ്ഞു. അപ്പൊ സാറിനെ കാണാൻ പറ്റൂലേ? ഈ സാറിനെ കാണാൻ പറ്റും. ഏതെങ്കിലും ഒരു സാറ് മതി. കാര്യം പറഞ്ഞല്ലേ വേണ്ടോ? കടിച്ചു കീറാൻ പറഞ്ഞ മാതിരി. ഞാനേ എങ്ങനെയെങ്കിലും ഒരു നിവർത്തി സാറ് ഉണ്ടാക്കി തരണം. ഞാൻ ആ റോഡിന്റെ അരികിൽ ആ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ ആ കരിങ്കല്ല് കെട്ട് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ് എൻ്റെ വീടിന്റെ ഉമ്മർത്താണ് കിടക്കണത്. എവിടെ സ്ഥലം? എവിടെ? കടമന്ത്രയില്. കടമന്ത്ര പാലല്ലേ, ആ പാലത്തിന്റെ താഴ്ഭാഗത്ത്. അപ്പൊ അതിന്റെ അരിക് കെട്ടിയിട്ടില്ല, ആ കെട്ടാണ് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണേക്കണത് ഈ മഴയില്. 2ാമത് ഇടിഞ്ഞതല്ലേ? 2ാമത് ഇടിഞ്ഞ. ഞാൻ ഇപ്പൊ 2-3 പ്രാവശ്യം വരികയുണ്ടായി. അപ്പൊ സാറ് എവിടേക്കൊക്കെ ഇവിടെ ഇല്ല, ലീവാണ്, എവിടേക്കൊക്കെ സ്ഥലങ്ങൾ കാണാൻ പോയൊക്കെ പറഞ്ഞു. അതെ, ഓവർസിയർ സാറാണ് അവിടെ വന്നത്. നോക്കുന്ന ആള് ഞാനല്ല, അദ്ദേഹം ലീവിലായിരുന്നു. അതെ അല്ലേ? അപ്പൊ ആ സാർ ഇപ്പൊ എവിടെ? അല്ല, ആ സാറ് ഇപ്പോ വേറൊരു സ്ഥലം നോക്കാനായിട്ട് പോയേക്കാണ്. ഇപ്പോഴും ഇല്ല? ഇല്ല. അപ്പൊ ഇന്നും വരാൻ പറ്റൂല. ആ മതില് കെട്ടാനേ ഓവർസിയർ വരണം. അതെ, ഓവർസിയർ അവിടെ വന്ന് അത് എസ്റ്റിമേറ്റ് എടുക്കും. അത് കണക്കെല്ലാം തിട്ടപ്പെടുത്തിയിട്ട് നമ്മൾ കോൺട്രാക്ട് വിളിക്കും. അതിനുശേഷം അത് ശരിയാക്കാൻ പറ്റുള്ളൂ. എന്തിന് എന്റെ ഉമ്മർത്ത് വീണ ഈ 4 കല്ല് പെറുക്കി മാറ്റാനോ? ഇപ്പൊ 4 കല്ലായാലും 2 കല്ലായാലും അതിന് ഓവർസിയർ തന്നെ വരണം. എന്തിന് സാറേ ഓവർസിയർ ഈ ജാതി കാര്യങ്ങൾക്ക് പറഞ്ഞ? ഞാൻ അയ്യപ്പനോട് പറഞ്ഞ 2 ദിവസം കൊണ്ട് ഓന അത് എടുത്ത് മാറ്റും. എന്തെങ്കിലും ഒരു ചില്ലറ കൊടുത്താൽ മതി, കാര്യം നടക്കും. നിങ്ങളെ ആരെങ്കിലും കൊണ്ട് ആ സാധനത്തിൽ തൊട്ടാണ്ടല്ലോ നിങ്ങളുടെ കൈകൊള്ളും. ഡിപ്പാർട്ട്മെന്റ് മെറ്റീരിയൽസ് ആണത്. അത് ശരി. അപ്പൊ നിങ്ങളെടുത്ത് മാറ്റൂല, എന്നെ കൊണ്ടെടുത്ത് ഇപ്പൊ സമ്മതിക്കൂല. അല്ല, അത് മാത്രമല്ല, അതിനൊരു കല്ല് പോലും പോവാതെ സൂക്ഷിക്കണം വന്ന് പണി തീരുന്നവരെ. പിന്നെ നിങ്ങളെ കരിങ്കല്ല് സൂക്ഷിക്കില്ലല്ലേ പെക്ക് പണി. നിങ്ങളിത് എടുത്ത് മാറ്റാനുള്ള വല്ല നിലപാട് നിങ്ങൾ കാണുന്നുണ്ടോ? അതൊക്കെ അങ്ങനെ നമുക്ക് ഇടിപിടിന്ന് മാറ്റാൻ പറ്റില്ല. ഇത് സർക്കാർ കാര്യങ്ങൾക്ക് അതിന്റെ ചിട്ടവട്ടങ്ങൾ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഒരു വർത്താനത് എന്ന് വന്നാലും നിങ്ങൾ ഈ ജാതി എന്തെങ്കിലും തട്ടിപ്പും തരികടയും പറയാണല്ലോ. നിങ്ങൾ സാറേ, പൊന്നാര സാറേ, ഞാൻ പറയണോ നിങ്ങൾ കേൾക്കണം. എൻ്റെ കുട്ടറെ കല്യാണമാണ്. ഒരു 4 കാല് കുത്തിയിട്ട് ഒരു പന്തലിടാൻ സൗകര്യം ഇല്ലാണ്ട് നിൽക്കുകയാണ്. അതൊന്ന് മുറ്റത്തുനിന്ന് മാറ്റി കഴിഞ്ഞാൽ ഒരു സൗകര്യമായി കിട്ടും. അത് പന്തലിടണതിന് ഞങ്ങൾക്ക് തടസ്സമല്ല. പക്ഷെ അവിടെ കിടക്കുന്ന കല്ലിന് ഒന്നും ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ നിങ്ങൾ പന്തലിട്ടോ. ഈ കരിങ്കല്ലിന്റെ ബുദ്ധിമുട്ടാ വലുത്. ഈ കല്യാണത്തിന് പറഞ്ഞ ആൾക്കാരുടെ ബുദ്ധിമുട്ടാ ഏറ്റവും വലിയ കാര്യം. അതെ, ഞങ്ങൾ എത്രയും പെട്ടെന്ന് ശരിയാക്കാം. ഒരു അപേക്ഷ എഴുതി കൊടുക്കും അവിടെ. സൂപ്രണ്ട് വരുമ്പോ പറയാം. അത് ശരി. ഈ അപേക്ഷയിൽ എന്താ ഇത്? ഈ മെന്റൽ മെറ്റീരിയലിന്റെ എന്താ പറഞ്ഞ? മെന്റൽ അല്ല, ഡിപ്പാർട്ട്മെന്റൽ മെറ്റീരിയൽസ്. അത് മണ്ടോദരി എടുത്ത് പറഞ്ഞു. മേഡം പറഞ്ഞുതരും. ഡിപ്പാർട്ട്മെന്റ് ആയാലും മെന്റൽ തന്നെയല്ലേ? അതെങ്ങനെ എഴുതേണ്ടത് ഞാൻ പറഞ്ഞുതരാം. അങ്ങോട്ട് പോക്കോളൂ, ഞാൻ വരാം.